കിഡീസ് മലയാളം വേൾഡ്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഏതൊക്കെ സ്മോൾ ലെറ്റേഴ്സാ പഠിച്ചത് നമുക്ക് നോക്കാം. എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ജെ, കെ, എൽ, എം, എൻ, ഒ, പി, ക്യു, ആർ. ഇതുവരെയല്ലേ നമ്മൾ പഠിച്ചത്? ലാസ്റ്റ് ക്ലാസ്സിൽ ഏതാ പഠിച്ച സ്മോൾ ലെറ്റർ? ആർ. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന ഇംഗ്ലീഷ് സ്മോൾ ലെറ്റർ എസ്. ഏതാ പഠിക്കുന്നേ? എസ്. എസ് എങ്ങനെ എഴുതുന്നെന്ന് നമുക്ക് ആദ്യം നോക്കാം. ശ്രദ്ധിച്ചു നോക്കിയേ. ആദ്യം എന്തോ ചെയ്യണം? നമ്മള് ഇവിടുന്ന് വലതുവശത്തോട്ട് ഒരു തുറന്നിരിക്കുന്ന വളവ് വരച്ചു. ഓക്കെ. എന്നിട്ട് എന്തോ ചെയ്യണം? ആദ്യം എന്തോ ചെയ്തു? നമ്മളിതാ ഇവിടുന്ന് വലതുവശത്തോട്ട് ഒരു ചെറിയ തുറന്നു കിടക്കുന്ന ഒരു വളവ് വരച്ചു. എന്നിട്ട് എന്തോ ചെയ്യണം? ഇതാ ഈ വളവിന്ന് വീണ്ടും എന്തോ ചെയ്യണം? തിരിച്ച് കൈവിടാതെ ഇടതുവശത്തോട്ടും അതേപോലെ തുറന്നിരിക്കുന്ന ഒരു വളവ് വരക്കുക. ലെറ്റർ എസ്. എന്തോ ചെയ്തു? ഇവിടുന്ന് വീണ്ടും ഇതാ തിരിച്ച് കൈവിടാതെ ഇടതുവശത്തോട്ടും നമ്മൾ അതേപോലെ തുറന്നൊരു വളവ് വരച്ചു കൊടുത്തു. സ്മോൾ ലെറ്റർ എസ്. എങ്ങനെ ചെയ്യണോ? വലതുവശത്തോട്ട് ഇതാ ഇവിടത്തോട്ട് കർവ് വരച്ചില്ലേ? ഇവിടുന്ന് നമ്മൾ എന്തോ ചെയ്യണോ? ഒരു തുറന്ന വളവ് വരച്ചു കൊടുത്തു. ഓക്കെ ആണോ? എന്തോ ചെയ്തു? ഇവിടുന്ന് നമ്മള് ഇങ്ങനെ വളഞ്ഞൊരു തുറന്ന വളവ്. ഓക്കെ. എന്നിട്ട് എന്തോ ചെയ്യണം? അവിടെ നിന്ന് വീണ്ടും തിരിച്ചിതാ ഇടതുവശത്തോട്ട് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് അതേപോലെ വീണ്ടും ഇടത്തോട്ട് ഒരു തുറന്ന വളവ് വരച്ചു കൊടുക്കാം. സ്മോൾ ലെറ്റർ എസ്. എന്തോ എങ്ങനെ വരക്കണം? ഇത് ഇവിടുന്ന് വീണ്ടും തിരിച്ച് ഇടത്തോട്ട് അതേ വളവ് തുറന്നു കിടന്ന ഒരു വളവ്. സ്മോൾ ലെറ്റർ എസ്. എങ്ങനെ വരക്കും? ആദ്യം ഇവിടുന്ന് വലത്തോട്ട് ഇത് ഇങ്ങനെ വലത്തോട്ട് തുറന്ന ഒരു വളവ്. ഓക്കെ ആണോ? ആദ്യം എന്താ ചെയ്യണോ? സി എഴുതിയതുപോലെ തുറന്ന് കിടക്കുന്ന ഒരു വളവ് എങ്ങോട്ട് വരക്കണം? വലത്തോട്ട് വരക്കണം, അങ്ങോട്ട്. എന്നിട്ട് എന്തോ ചെയ്യണം? അവിടെ നിന്ന് കൈയെടുക്കാതെ തിരിച്ച് ഇവിടുന്ന് തിരിച്ച് വീണ്ടും ഇടതുവശത്തോട്ട് അതേ തുറന്നു കിടക്കുന്ന ഒരു വളവ് കൂടി വരക്കാം. സ്മോൾ ലെറ്റർ എസ്. എന്തോ ചെയ്യണോ? ഇവിടുന്ന് തിരിച്ച് കൈവിടാതെ അതേപോലെ ഇടത്തോട്ട് തുറന്നു കിടക്കുന്ന ഒരു വളവ് വരക്കുക. സ്മോൾ ലെറ്റർ എസ്. മനസ്സിലായോ? എങ്ങനെ എഴുതും? ആദ്യം നമ്മള് ഇവിടുന്ന് ശ്രദ്ധിച്ചോക്കെ, വലത്തോട്ട് തുറന്നു കിടക്കുന്ന ഒരു വളവ്. അവിടുന്ന് എന്തോ ചെയ്തു? തിരിച്ച് കൈവിടാതെ ഇടത്തോട്ട് വീണ്ടും അതേപോലെ തുറന്നു കിടക്കുന്ന ഒരു വളവ്. സ്മോൾ ലെറ്റർ എസ്. ഒന്നുകൂടി ശ്രദ്ധിച്ചേ. വലത്തോട്ട് എന്തോ ചെയ്തു? നമ്മള് തുറന്നു കിടക്കുന്ന ഒരു വളവ് വരച്ചു കൊടുത്തു. അവിടുന്ന് കൈവിടാതെ തിരിച്ച് വീണ്ടും ഇടത്തോട്ടും തുറന്നു കിടക്കുന്ന അതേ വളവ് വരച്ചു കൊടുത്തു. ലെറ്റർ എസ്. കൈവിടാതെ എങ്ങനെ എഴുതും? ഇങ്ങനെ വന്ന് തിരിച്ച് ഇങ്ങനെ എഴുതും. എങ്ങനെ എഴുതും? ഇങ്ങനെ എഴുതും. സ്മോൾ ലെറ്റർ എസ്. മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെ എഴുതി? നമ്മൾ ആദ്യം എന്തോ ചെയ്തു? വലത്തോട്ട് ഇവിടുന്ന് തുറന്നു കിടന്ന ഒരു വളവ് എഴുതി. അവിടുന്ന് കൈവിടാതെ തിരിച്ച് ഇടത്തോട്ടു അതേ തുറന്നു കിടക്കുന്ന വളവ് എഴുതി. എന്തോ ആയി? ലെറ്റർ എസ്. മനസ്സിലായോ എഴുതാൻ? കൈവിടാതെ എങ്ങനെ എഴുതും?
ഇങ്ങനെ എഴുതും. സ്മോൾ ലെറ്റർ യെസ്. മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെ എളുപ്പത്തിൽ നമ്മൾ പഠിച്ചോ? ഓർത്തു നോക്കേ. ആദ്യം എന്തോ ചെയ്തു നമ്മള്? എന്തോ ചെയ്തു? വലതുവശത്ത് ഒരു തുറന്ന വളവ് വരച്ചു കൊടുത്തു. അവിടുന്ന് കൈവിടാതെ തിരിച്ച് വീണ്ടും ഇടതോട്ടു അതേ തുറന്ന വളവ് എഴുതി കൊടുത്തു അല്ലേ? സ്മോൾ ലെറ്റർ എസ്. എങ്ങനെ എഴുതി? ഓക്കെ, എങ്ങനെ എഴുതി? ആദ്യം നമ്മൾ എന്തോ ചെയ്തു? വലതുവശത്ത് തുറന്ന ഒരു വളവ് എഴുതി കൊടുത്തു. കൈവിടാതെ തിരിച്ച് വീണ്ടും ഇടത്തോട്ട് അതേ വളവ് എഴുതി കൊടുത്തു. എങ്ങനെ എഴുതി? സ്മോൾ ലെറ്റർ യെസ്. മനസ്സിലായോ എഴുതാൻ? ഓക്കെ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ അടുത്ത ലെറ്റർ പഠിക്കാം. ബൈ.